ചിരട്ടയും ടയറും മരവും തുടങ്ങി തൊട്ടതിനെല്ലാം ശില്പങ്ങളാക്കി മാറ്റുന്ന കലാവിരുത്. ഉളിക്കൽ മുച്ചാടുള്ള സുരേഷ് ബാബുവിന്റെ വീട്ടിൽ ചെന്നാൽ ഈ കൊറോണ കാലത്ത് പിറവിയെടുത്ത കുറേയേറെ ശില്പങ്ങൾ കാണാം. പാഴ്വസ്തുക്കളെന്ന് നമ്മൾ മുദ്രകുത്തി പടികടത്തുന്ന ഇത്തരം വസ്തുക്കളിൽ മായാജാലം സൃഷ്ടിക്കുകയാണ് സുരേഷ് ബാബു. വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു ഒരു തവി ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അതെടുത്തു കഴിഞ്ഞപ്പം ചിരട്ടയിൽ ഓരോ ഭാവന തോന്നി, അങ്ങനെ അതിൽ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെയെല്ലാം ചെയ്തു വരുന്നു. ഇപ്പം ആദ്യം ചെറുപ്പത്തിലെ സ്വർണ്ണപ്പണിയായിരുന്നു. അതിൻ്റെ ആ ഒരു ജ്വല്ലറിയുടെ കടന്നുകയറ്റം വന്നപ്പം പണിയൊക്കെ കുറഞ്ഞു. പിന്നെ ആശാരിപ്പണി പഠിക്കാൻ പോയി. ആശാരിപ്പണി എടുത്തുകൊണ്ടിരുന്നു. പിന്നെ കൊത്തുപണി, അതിൻ്റെ കൂടെ കൊത്തുപണിയായിരുന്നു ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. ജ്വല്ലറികൾ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരുടെ ജീവിതോപാധിയെ അപ്പാടെ തകർത്തു കളഞ്ഞപ്പോൾ ഉപജീവനത്തിനായി ചെയ്തു തുടങ്ങിയ മരപ്പണിയും കൊത്തുപണിയുമാണ് സുരേഷ് ബാബുവിന്റെ കലാജീവിതത്തിന് അടിത്തറയിട്ടത്. ലോക്ക്ഡൌൺ ഇടവേളകളിൽ ഒരിക്കൽ പ്രിയതമയുടെ ആവശ്യപ്രകാരം വീട്ടാവശ്യത്തിനായി ഒരു ചിരട്ടത്തവി ഉണ്ടാക്കി നൽകിയാണ് തുടക്കം. ഇന്ന് മരത്തിലും ചിരട്ടയിലും ടയറിലുമെല്ലാം വിസ്മയം തീർത്തുകൊണ്ട് വെറുതെയിരിക്കുന്ന സമയങ്ങളെ തന്റേതായ സാധ്യതകളാക്കി മാറ്റിയിരിക്കുകയാണ് സുരേഷ് ബാബു. ആദ്യഘട്ടത്തിൽ വെറുമൊരു കൗതുകത്തിന് തുടങ്ങിയ ശീലമാണ് ഇപ്പോൾ സുരേഷിന് ഒരു വരുമാന മാർഗം കൂടിയായി തീർന്നിരിക്കുന്നത്. വൈകി കണ്ടെത്തിയ സുരേഷിന്റെ ഈ കലാവിരുതിൽ വിരിയുന്ന ഓരോ ശില്പങ്ങളിലും കണ്ടാൽ മതിവരാത്ത ഒരു വ്യത്യസ്തതയുണ്ട്. അതിനാൽ തന്നെ ഈ അലങ്കാര വസ്തുക്കൾക്കെല്ലാം ആവശ്യക്കാരുമേറെയാണ്. വീടിന് തൊട്ടു മുൻപിലായുള്ള വർക്ക്ഷോപ്പിൽ നിന്നുമാണ് സുരേഷ് നിർമ്മാണ ആവശ്യങ്ങൾക്കായി പഴയ ടയറുകൾ ശേഖരിക്കാറുള്ളത്. രൂപമാറ്റം വരുത്തി മിനുക്കിയെടുത്ത ടയർ അക്വേറിയങ്ങൾക്കും ആരാധകരേറെയാണ്. പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കലയെ എങ്ങനെ കണ്ടെത്താമെന്നും പുനരുജ്ജീവിപ്പിക്കാം എന്നതിൻ്റെയും ഉത്തമോദാഹരണമാണ് സുരേഷ് ബാബു. കൊറോണ വഴിവെച്ച തൊഴിലില്ലായ്മയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയല്ല സുരേഷ് ബാബു ചെയ്തത്. മറിച്ച് കൊറോണയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന ദൃഢനിശ്ചയത്തോടെ കർമ്മനിരതനാവുകയായിരുന്നു. അതിനാൽ തന്നെ അവനവന്റെ സാധ്യതകൾ അവനവൻ തന്നെ വെട്ടിപ്പിടിക്കണമെന്നും തളരാതെ ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകണമെന്നുമാണ് സുരേഷ് ബാബുവിന്റെ ഓരോ ശില്പങ്ങളും പറയാതെ പറയുന്നത്. പ്രൈം 21 കണ്ണൂർ.